എൻസൈക്ലോപീഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കർണാടകയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രക്കിംഗ് ആയിട്ടുള്ള നേത്രാവതി ട്രക്കിംഗ് ആണ് കേട്ടോ. നിങ്ങളിവിടേക്ക് പോകാനുള്ള കംപ്ലീറ്റ് ട്രാവൽ ഇൻഫോർമേഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് തന്നെ പോവുക. കാരണം ഇപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയി ഈ പച്ചപ്പൊക്കെ മാറി മാറി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇത് ഫുള്ളും ഈ ഒരു പച്ചപ്പ് പോകാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. സോ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനെൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് മെജസ്റ്റിക്കിൽ നിന്ന് ഞാൻ കർണാടക RTCയുടെ പല്ലക്കി എന്ന് പറഞ്ഞ നോൺ AC സ്ലീപ്പറാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഡയറക്റ്റ് അവിടുത്തെ നിയർ ബൈ ബസ് സ്റ്റാൻഡായിട്ടുള്ള കലാസ എന്ന് പറയും, കൽസയിൽ നമ്മളെ ഇറക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ബസ്സിൻ്റെ അകം എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ. സോ ഇവിടെ മെജസ്റ്റിക്കിൽ വരുമ്പോൾ നിങ്ങളൊരു മാക്സിമം ഒരു അവർ മുൻപെങ്കിലും എത്താൻ നോക്കുക. കാരണം നമ്മളറിയാത്തവർ വരുമ്പോൾ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് ബസ്സിന്ന് എടുത്തുനിന്ന് വേറൊരു സൈഡിലോട്ടൊക്കെ വരണം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കറങ്ങി. ഞാനിപ്പോൾ എക്സാക്ട് ടൈമിങ്ങിലാണ് എത്തിക്കുന്നത്. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാംഗ്ലൂരാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊന്നും വലിയ സീനൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കി നമ്മുടെ കൽസയിലെത്തിയിട്ട് കാണാം. സോ ബാംഗ്ലൂർ ടു കൽസയാണ്. നോൺ AC സ്ലീപ്പറാണ്. ചാർജ് വരുന്നത് പെർ പേഴ്സണ് 630 ആണ്. ഓക്കെ, കർണാടക RTCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. യാത്രയൊക്കെ നല്ല സുഖകരമായിരുന്നു. കുറച്ച് വളവും തിരിവിലൊക്കെ ആയിരുന്നു ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നത്, എന്നാലും നല്ല സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ കൽസയിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു പാലും വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 5:20 ഈ കൽസയിലെത്തി. പക്ഷെ ഇവിടെ ഇത്ര നേരത്തെ വന്നാൽ ഇവിടെ ബസ് 6:20 എന്നെ കാണുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക്? ബസ് 6:20 പിന്നെ ഓട്ടോ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. നമുക്കൊരു പാൽവണ്ടി കിട്ടിയിരുന്നു. അതിനകത്ത് ഏതോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ 6:20 വരെ ഇവിടെ നിൽക്കേണ്ടതാണ്. നമ്മളൊരു പാൽവണ്ടിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഗൈസ്. സാംസയിലോട്ടാണ് നമ്മളിപ്പോൾ കൽസയിൽ ബസ് വന്ന് ഇറങ്ങിയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ സാംസയിൽ വന്ന് നിങ്ങൾക്ക് തലേദിവസം സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടി ഈസി ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ രാത്രി കയറി ഇവിടെ രാവിലെ എത്തിയ സമയത്ത് നമുക്കിവിടെ ഒറ്റ ഓട്ടോസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അത് കാരണം കൊണ്ട് ഈ ഒരു പാൽവണ്ടിക്കാര്യങ്ങൾ വന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റിയത്. നമ്മളങ്ങനെ സാംസയിലെത്തി കേട്ടോ. അവർ ദൈവദൂതന്മാരെ പോലെ വന്ന് നമ്മളവിടെ സാംസയിൽ എത്തിച്ചു. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രഷപ്പ് ആവാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മുടെ അടുത്ത് പോയവരൊക്കെ എൻക്വയറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയാക്കാം. ഈ സാംസയിൽ എത്തുമ്പോൾ തന്നെ ആകെയുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ തന്നെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തലേദിവസം സ്റ്റേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ റൂംസ് അവൈലബിൾ ആണ്. ഫ്രഷപ്പ് ആവാനും അവൈലബിൾ ആണ്. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ടോ. അത് കഴിഞ്ഞ് ഇവരോട് ഒരു പർട്ടിക്കുലർ ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻക്ലൂഡിങ് ഇവിടെ എന്താ പറയുക, നമ്മൾ റെസ്റ്റ് റൂം യൂസ് ചെയ്തതിൻ്റെ, പിന്നെ നമ്മൾ പ്രിൻ്റ് ഔട്ട് വേണം നമുക്ക് ട്രക്കിങ്ങിന് കയറുമ്പോൾ അതിൻ്റെ, പിന്നെ ഇവർ കുറച്ച് ഓഫ് റോഡാണെന്ന് പറഞ്ഞൊരു 6 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട്. അതിൻ്റെ ഒരു ചാർജ്, പിന്നെ ഗൈഡിൻ്റെ ഒരു 1000 rupees വരുന്നുണ്ട് ആ ചാർജ്. അങ്ങനെ എല്ലാം കൂടെ 2 പേർക്കും കൂടെ ഒരു 2700 ഇവിടെ നമുക്ക് പേ ചെയ്യേണ്ടി വന്നു കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചിരുന്നു, അതിനും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ സാംസെറ്റ് ടൗൺ. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു 3 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള നല്ലൊരു കടയെത്തും. നമ്മുടെ മലയാളികളുടെ തന്നെ കടയാണ്, കാസർഗോഡുള്ളവരാണ് നടത്തുന്നത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു, നല്ല ഏവറേജ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലിയും വടയൊക്കെ നമ്മൾ രാവിലെ തന്നെ കഴിച്ചു. പിന്നെ നിങ്ങൾ ഹെവി ആയിട്ട് ഇത്തിരി കഴിച്ചേക്ക്, കാരണം നമുക്ക് 10 kilometers ട്രക്കിങ് പോകാനുള്ളതാണ്. സോ വി ആർ ഓൾ റെഡി ടു ഗോ. അങ്ങനെ നമ്മൾ ഒരു 6 kilometers വരെ നമ്മുടെ സ്റ്റേ ചെയ്തതിൻ്റെ ഓണറാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പുള്ളിക്കാരൻ നമ്മളെ ആക്കി തരും. അപ്പോൾ അതിനും ചാർജ് നമ്മളവിടെ സ്റ്റേ ചെയ്തതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ പിന്നെ ഒരു 1000 നമുക്ക് ഗൈഡിൻ്റെ ചാർജ് വരുന്നുണ്ട്.
ഇതൊരു ഭീകരമായ ഓഫ് റോഡൊന്നുമല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു കുറച്ച് മഡോട് കൂടിയിട്ടുള്ള റോഡാണ്. പോണ റൂട്ടിലായിട്ട് കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം, കവുങ്ങും തോട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടെ ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ നേത്രാവതി ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എത്തി. ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്ത് നമ്മളിൽ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റൊരു സിംഗിൾ ബാഗിലോട്ട് അത് ആക്കേണ്ടി വന്നായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മുടെ ട്രക്കിങ് നമ്മൾ ഇതേ സ്റ്റാർട്ടാക്കി കേട്ടോ. സോ ആ ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ നമ്മുടെ ടിക്കറ്റും സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് ആർ നോട്ട് അലൗഡ്. അപ്പോൾ നമ്മൾ എല്ലാ ചിപ്സും ഒരു കവറിലോട്ടാക്കി നമ്മൾ നടക്കാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു നേത്രാവതി ട്രക്കിങ് ഇങ്ങോട്ട് ഡയറക്റ്റ്ലി വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതല്ല. നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ ഈ കുതിരമുക്ക് നാഷണൽ പാർക്ക് സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിൽ നേത്രാവതി ട്രക്കിങ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെർ പേഴ്സണ് 500 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ട്രക്കിംഗ് സൈറ്റിൽ കയറി നമ്മളത് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി, ഒരു ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അതും നമ്മുടെ ഒരു ID കാർഡും നമുക്കവിടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്സ് ഒട്ടും അലൗഡ് അല്ല. അപ്പോൾ ചിപ്സൊക്കെ നിങ്ങൾ പറ്റുവാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ ബാഗിലാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഞങ്ങൾ തളർന്നു ഗൈസ്. ഹരി 2 കിലോമീറ്റർ ആയതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ക്ഷീണിച്ചു പോയി. അയ്യോ, ഇനിയുണ്ട് 8 കിലോമീറ്റർ വൺ സൈഡ്. അയ്യോ, സംഭവം ദാ ഇവിടെ നമുക്കൊരു 2 കിലോമീറ്റേഴ്സ് വിത്തിനായിട്ട് നമുക്കൊരു വാഷ്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുമാത്രമല്ല പിന്നെ ഇടയിലായിട്ട് ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ വല്ല ബട്ടർ മിൽക്കോ ജ്യൂസോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മളിതാ ഒരു സ്ഥലത്ത് നിന്ന് ബട്ടർ മിൽക്കൊക്കെ കുടിച്ചിട്ടാ. അവിടെ കോഫി, ടീ, ബട്ടർ മിൽക്ക്, സ്നാക്സൊക്കെ കിട്ടും. നമ്മളൊരു ബട്ടർ മിൽക്ക് കുടിച്ചു. അതിൻ്റെ ഉഷാറിലാണ് ഇനി ബാക്കി നടക്കൽ. നമ്മുടെ ഗൈഡ് ചേട്ടൻ നമുക്കിതൊരു വടി കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഹരിത എവിടെ വടി വെട്ടുന്നത് നോക്കിയിട്ടുണ്ട്. ഹരി, ഹായ് ഗൈസ്. ഇവിടെ പല പല വഴികളാണ് കേട്ടോ. ഈ ഒരു ആദ്യം ഭയങ്കര മടിയായിട്ടുള്ള വഴിയായിരുന്നു. ഈ ഒരു വഴി ഫുള്ള് നല്ല പെബിൾസ്, ചെരലോട് കൂടിയിട്ടുള്ള നല്ലൊരു വഴിയായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെയും വീണ്ടും ഒരു ഗേറ്റൊക്കെ കാണാം. നമ്മുടെ യാത്ര ക്ഷീണമില്ലാണ്ടാക്കുന്നത് നമുക്ക് തരുന്ന കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ സൈഡ് ഫുള്ളും നല്ല അടിപൊളി പുൽമേടുകൾ കുറേ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 6 കിലോമീറ്ററും കൂടി ഉണ്ട്. അവിടെ ആ ടോപ്പിലാണ് നമ്മുടെ നേത്രാവതി പീക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വരെ പോകണം. ഇപ്പോൾ നമുക്ക് ടയേർഡ്നെസ് തോന്നുന്നില്ല, കാരണം ചുറ്റും നല്ല അടിപൊളി കാഴ്ചകളാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇവിടെ നമുക്കൊരു ഫോൾസ് ഉണ്ട് കേട്ടോ, കുഞ്ഞൊരു ഫോൾസ്. ഇത് ക്രോസ് ചെയ്യണേ. നമ്മുടെ ഗൈഡ് ചേട്ടൻ നമുക്ക് വടി കട്ട് ചെയ്യാൻ വേണ്ടി പോയേക്കോണേ. ഇതങ്ങോട്ടേക്ക് കഴിഞ്ഞപ്പോൾ, ഈ ഒരു വാട്ടർഫോൾസ് അങ്ങോട്ടേക്ക് കഴിഞ്ഞപ്പോൾ കാടിൻ്റെ ഭംഗി മാറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. തുടക്കത്തിലൊക്കെ വേറെ ടൈപ്പ് കാടായിരുന്നു. ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു പ്രതീതിയായിരുന്നു. അത് കഴിഞ്ഞത് ഇവിടെ നിന്നൊക്കെ കണ്ടില്ലേ, നമ്മളെ ഒരു വ്യൂ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് അധികം ക്ഷീണിക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഇപ്പോൾ പോണ കാടിൻ്റെ ഒരു ജോഗ്രഫി വേറെയാണ് കേട്ടോ. പല പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാട്ടിക്കൂടെയാണ് നമ്മുടെ പോക്ക്. ഞാൻ കാണിച്ചില്ല, ഇത് വേറെ എൻ്റെ ഉള്ളൊരു ഡിഫറെൻറ്റ്. നേരത്തെ ഒരു പുൽമേട് പോലത്തെ ഒരു കാട്ടിക്കൂടെയാണ് നേരത്തെ പോയത്. ഇപ്പോൾ ഒരു ഇരുട്ടായിട്ടുള്ള കാടാണ്.
ഇപ്പം ശരിക്കും നമുക്ക് കാടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണ്ട. എന്നെ കുറെ നോക്കണ്ട, കാരണം നല്ല വെയിലുണ്ട്. അപ്പം അത് കാരണം കൊണ്ടാണ് സൺഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകണ ഒച്ച കേൾക്കണില്ലേ? അയ്യോ, ഫസ്റ്റ്ലി കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് നല്ല ഊർജ്ജമാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. എനിക്കിതിലൊരു ഹാർഡ് ലെവലൊന്നും തോന്നിയൊന്നുമില്ല. ഇവിടെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രക്കിങ്ങിലുള്ള ലാസ്റ്റ് ഫോൾസ് എന്ന് പറയുന്നത്. ഭയങ്കര ക്ലിയർ ആൻഡ് പ്യുവർ വാട്ടറും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര കാം റിലാക്സിങ് ആണ് കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സെവൻ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടോ. ഇനി 3 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളു. പക്ഷെ അത്ര നിങ്ങൾക്ക് കവർ ചെയ്തൊന്നും തോന്നുന്നില്ല. ഹരി, വാട്ട്സ് ഇത്ര ക്ഷീണുണ്ടോ 7 കിലോമീറ്റർ? മലയാളം മതിടാ. ട്രക്കിങ് നിങ്ങൾ കൊട പിടിച്ച് കയറുന്ന ആളെ കണ്ടോ? എന്നാ കണ്ടേക്ക്. Guys, this is something really experienced. അയ്യോ, ഞാൻ എൻ്റെ വൺ ഓഫ് ദ ഡ്രീം ഡെസ്റ്റിനേഷൻ റിയാലിറ്റി ആവാട്ടോ. റീൽസിലൂടെ കണ്ടിട്ട് റിയാലിറ്റി ആവാണ്. ഞങ്ങൾ കുറേ നാൾ റീൽസിൽ കണ്ട് പോണം എന്ന് വിചാരിച്ച സാധനം റിയാലിറ്റി ആയിട്ട് നോക്കി എൻ്റെ പുറകിലെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേറെ എവിടെയും കിട്ടത്തില്ല. ഗൈസ്, ബ്രോ, പിന്നെ ഉള്ള 3 കിലോമീറ്റേഴ്സ് കുത്തനെ സ്റ്റീപ്പാണ് കേട്ടോ. ബട്ട് ഇത് അടിപൊളിയാണ്. നെവർ മിസ് ഇറ്റ്. അയ്യോ, ഉപ്പാടെ ഇളകിയിട്ടുണ്ട് നൈസായിട്ട്. അയ്യോ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നില്ലേ? ഈ ഒരു പാർക്കിൽ കയറിയെത്താനായിരുന്നു ഏറ്റവും പാടെന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഒരു 3 കുന്നിങ്ങനെ കയറി ഇറങ്ങണം. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഞങ്ങൾ വയ്യാതെ. അപ്പോൾ ബാഗൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കനം കുറച്ച് സാധനങ്ങളായിട്ട് വന്നാൽ മതി. പിന്നെ വെള്ളമൊക്കെ നമുക്ക് ആ ഒരു അരുവി ഉണ്ടായിരുന്നില്ല, അവിടെ നിന്നൊക്കെ റീഫിൽ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ബാഗ് ഇത്തിരി കനം കൂടുതലായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ സ്റ്റീപ്പൊക്കെ കയറുമ്പോൾ ഭയങ്കര മാറി 10 മിനിറ്റ് ഹരിയും 10 മിനിറ്റ് ഞാനും അങ്ങനെയായിരുന്നു. ബാഗ് മാറി ഇട്ടിട്ടൊക്കെ ആയിരുന്നു കയറുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ചകൾ, എൻ്റെ പൊന്നെ, എൻ്റെ മോനെ, ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. അത്ര ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ ജീവിക്കണേ എന്ന് വരെ തോന്നിപ്പോയൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഹരി, എന്ത് തോന്നുന്നു? എന്ത് തിന്നുന്നു? ഹരി വിശപ്പിന്റെ വില അറിഞ്ഞുകൊണ്ട് തിന്നുന്നു. ഇതിന് താഴേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും നേത്രാവതി ട്രക്കിങ്ങിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ 360 ഡിഗ്രിയിൽ കംപ്ലീറ്റ് പക്ക നല്ല ബെസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മളിത് കുറേ നേരം ഇതൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊരു റിയാലിറ്റി, ആ ഒരു റിയാലിറ്റി ആയപ്പോൾ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്ര എൻജോയ് ചെയ്തൊരു മൊമെൻ്റാന്ന് തന്നെ പറയാം. ലൈഫിൽ വൺസൊക്കെ ഇതുപോലുള്ള ട്രക്കിങ്ങിനൊക്കെ വരിക, ഇതൊക്കെ വിറ്റ്നസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫിൽ ജീവിക്കുന്നതിനെ കുറച്ചൊക്കെ വാല്യൂ എനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് തോന്നി. അതായത് ഇതൊക്കെ ഒരു ലൈഫ് ടൈം മെമ്മറീസാണ്. നമ്മൾ കുറേ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ എൻജോയ് ചെയ്യേണ്ടതാണ്. അതാണ് എൻ്റെ ഒരു ഇത്.
ഗൈസ് നമ്മളങ്ങനെ ടോപ്പിൽ എത്തിയിട്ടോ. നമ്മൾ ടോപ്പിലെത്തി ആദ്യം തന്നെ നമ്മൾ ചെയ്ത കാര്യം ഫുഡ് കഴിക്കലായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത്രയും 10 കിലോമീറ്റേഴ്സ് ട്രക്ക് ചെയ്ത് എത്തിയപ്പോൾ ഞാൻ മീഡിയം പറയുന്നില്ല, മോഡറേറ്റ് അല്ല. എന്ന് വെച്ചാൽ ട്രക്കിങ് ഈസ് ഹാർഡല്ല, പക്ഷേ ഈ കയറ്റം സ്റ്റീപ്പൊക്കെയാണ്. അല്ലാണ്ട് ഇങ്ങനെ റോക്ക് ക്ലൈമ്പിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ കയറി എത്തേണ്ടത് കുറച്ച് ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര സ്റ്റീപ്പാണ്. നമ്മൾ അയ്യോ ഭയങ്കര തീരെ ക്ഷീണിക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഇപ്പോൾ നല്ല അടിപൊളിയാണ്. എൻ്റെ ഫുൾ 360യിലും നല്ല അടിപൊളി വ്യൂ ആണ് നേത്രാവതിയുടെ. അപ്പോൾ എൻ്റെയും ഹരിയുടെയും ഞങ്ങൾ കുറേ റീൽ അങ്ങോട്ട് ഷെയർ ചെയ്ത് ഒരു സ്പോട്ട് എന്തായാലും പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചൊരു പ്ലേസാണ്. അങ്ങനെ അത് എന്താ പറയുക ഫുൾഫില്ലായി. എന്ത് തോന്നുന്നു ഹരി? ടോട്ടലി ഫീലിംഗ് വെരി വെരി ഹാപ്പി. അതെ. അപ്പോൾ ഞങ്ങൾ ആ റീലിൽ കൂടെ കണ്ട കാര്യം നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ ഫോഗൊക്കെ ആയിട്ട് ഫുൾ നല്ല സെറ്റ് ക്ലൈമറ്റാണ്, അടിപൊളിയാണ്. നിങ്ങൾ കർണാടക വരുമ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ആണെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഏജ്ഡ് ആൾക്കാർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പറാണ്. പക്ഷേ എന്നാലും കയറി എത്താൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം 10 കിലോമീറ്റേഴ്സ് വൺ സൈഡാണ്, 10 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും പോകണം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് 20 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. സോ അതൊക്കെയാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഇവിടെ ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് ഗൈസ്. അപ്പോൾ 2 നെക്സ്റ്റ് ടൈം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ വേറെ കുറേ ട്രക്കുകൾ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ എന്തായാലും ബൈ നേത്രാവതി. ഇവിടുന്ന് പോകാൻ തോന്നണില്ല കേട്ടോ വ്യൂ കാണുമ്പോഴേ, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. സോ ഗൈസ് അങ്ങനെ നേത്രാവതി ട്രക്കിങ് അവസാനിച്ചിട്ടോ. അപ്പോൾ കയറാനാണ് കുറച്ച് ഹാർഡ്, ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല കേട്ടോ. അധികം സ്ലിപ്പറി കുറച്ച് ഭാഗത്താണ് ഞാൻ എത്താൻ പോകുന്നത്, സ്ലിപ്പറി എന്ന് പറയുന്നത്. പിന്നെന്താ 20 കിലോമീറ്റേഴ്സാണ് ഞാൻ പോയിക്കണേൽ 16 കിലോമീറ്റേഴ്സാണ് കൂടി വന്നാൽ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇത് എൻ്റെ റെക്കോർഡ് മുട്ടിച്ചത് 20 കിലോമീറ്റേഴ്സിൻ്റെയാണ്. അപ്പോൾ നോക്ക് നിങ്ങൾ ഫുള്ള് ഇത് കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല, പക്ഷേ പോയല്ലേ പറ്റൂ. അതെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. ഇപ്പോഴായാലും ഈ ഒരു വിൻ്റർ ടൈം ആയാലും നല്ലതാണ്. ഇനി കുറച്ചങ്ങോട്ട് വൈകിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഗ്രീനറി ഒന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം പുല്ലൊക്കെ പകുതി ഇപ്പോൾ ഈ സൈക്ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്ന കാരണം കൊണ്ടാണ് ഇത്രയും പച്ചപ്പിൽ നിൽക്കുന്നത്. നമ്മൾ വന്നപ്പോൾ നല്ല പക്ക ക്ലൈമറ്റ് ആയിരുന്നു. പ്രകൃതി നമ്മുടെ ഒപ്പം നിന്നു, എഗെയിൻസ്റ്റ് ആയില്ല. ഓക്കെ. ഹരി പോവാൻ തോന്നുന്നുണ്ടോ? ഹരിക്ക് ഇവിടെ നിന്ന് ആർക്കും പോകാൻ തോന്നുന്നില്ല ഗൈസ്. എല്ലാവരും കണ്ടില്ല പകുതി വഴിയിൽ റെസ്റ്റ് ഒക്കെ എടുത്ത്. ഇവിടെ പിന്നെ നിങ്ങൾ വരുമ്പോൾ ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 7 മണി മുതൽ 11 മണി വരെ എൻട്രൻസ് അലൗഡ് ഉള്ളൂ. അതിനുശേഷം നമുക്കിവിടെ എൻട്രി അനുവദിക്കുന്നതല്ല.
അങ്ങനെ നേത്രാവതി ട്രക്കിംഗ് കണ്ട് തിരിച്ച് നമ്മുടെ ജീപ്പ് വന്ന് നമ്മൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തി. നമ്മൾ പിന്നെ അവിടെ നിന്ന് ചുമ്മാ കുറച്ചൊക്കെ നടന്നു. സമയം നമുക്ക് തിരിച്ച് കാരണം 8 മണിക്കാണ് തിരിച്ച് രാത്രി നമ്മൾ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ അവിടെയൊക്കെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു, വോക്കബിൾ ഡിസ്റ്റൻസിൽ നിന്ന് സാംസയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പിൾ ഒരു തേയിലത്തോട്ടത്തിന് നടുക്കുള്ളൊരു ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെയൊക്കെ പോയി ഒന്ന് കയറിയൊക്കെ നടന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഇനി തിരിച്ച് രാത്രി 8 മണിക്ക് നമ്മൾ രാവിലെ അവിടെ നിന്നാണോ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ രാത്രി ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നേത്രാവതി ട്രക്കിങ്ങിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാനോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും, ഒരു ദിവസമൊക്കെ വൈകിട്ടുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു കാഴ്ചകളും പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.